ഹായ്. അതിനകത്ത് രഞ്ജിത്ത് കയറിയിട്ട് കിടന്ന് കാണിക്കുന്ന കുറെ കുത്തിത്തിരിപ്പ്. രഞ്ജിത്ത് സത്യത്തിൽ അവിടെ പോയത് ഒരുതരം ക്രിമിനീഡിയും കൊണ്ടാണെന്ന് തോന്നുന്നു. ജെട്ടിക്കകത്ത് ഉറുമ്പ് ഇട്ടുകൊണ്ട് കയറി പോയത് പോലെയാണ് അയാളുടെ ഒരു ബിഹേവിയർ മുഴുക്കെ. ഒന്നല്ലാതെ പിന്തുടർന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ ആക്രമിക്കുന്നതാണ് കാണുന്നത് അനീഷിന്. ഒരുപക്ഷെ അനീഷിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അനീഷിന് ഒരു മണ്ടനാണെന്നും ആ മണ്ടനെ ഞാൻ തുറന്നു കാണിക്കുകയാണെന്നുള്ളൊരു ടേമാണ് ഈ രഞ്ജിത്ത് ഫോളോ ചെയ്യുന്നത്. അനീഷ് അതിനെ ഏറ്റ് നിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ വന്ന ഉടനെ തന്നെ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടില്ല വെച്ചാൽ അത് അനീഷിന് പുറത്തേക്ക് നല്ല ഒരു ഇതായിട്ടല്ല പോവുകയുണ്ടാവും. അത് രാവിലെ നമ്മൾ കാണുമ്പോൾ അനീഷിൻ്റെ ഒപ്പം നടക്കുകയും അനീഷിനൊരു ചൈൽഡായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് പറയുക, അതിൻ്റെ ഇടയിൽ കൂടെ ഊക്ക് വർത്താനം പറയുക, ഇതൊന്നും പോരാതെ പോയി അനുമോളെ ചൊറിയാനും നിൽക്കുന്നുണ്ട്. അനുമോള് ഫുഡ് ഉണ്ടാക്കുന്നത് പഠിച്ചോ ഇല്ലയോ, അത് പഠിച്ചതാണോ അല്ലയോ, അതായത് അനുമോള് കള്ളമാണ് പറയണതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ക്ലവറായ അനുമോള് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഈ രഞ്ജനത്തിനൊക്കെ എന്തിൻ്റെ കേടാണ്? അനീഷിന് അങ്ങനെ ഒരു ഇത് കിട്ടിയത് കൊണ്ടാണോ? അവർ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദമുണ്ട്, അവർക്ക് അവർ പിണക്കമൊന്നുമില്ല. ആ സൗഹൃദം അവർ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഒരു തെറ്റൊന്നും ആരും ചെയ്തിട്ടില്ലല്ലോ. പ്രണയത്തിനെ ബേസ് ചെയ്തിട്ട് പ്രണയമുണ്ട്, പ്രണയം 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 ഇത് തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചോറി എനിക്കിത് എന്തിന്റെ കഴപ്പാണോ എനിക്കറിയത്തില്ല. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ബിഗ് ബോസിലേക്ക് വന്നവരൊക്കെ തന്നെ ഇപ്പൊ പുറത്തുനിന്ന് വന്നവരൊക്കെ കണ്ടസ്റ്റൻസ് അല്ല, ഓൾഡ് കണ്ടൻസ് അല്ലെങ്കിൽ എക്സ് കണ്ടസ്റ്റൻസ് ആണ്. അവർക്ക് എന്ത് പ്രിവിലേജ് ആണ് അവിടെ കൊടുക്കേണ്ടത്? ഇപ്പോൾ തന്നെ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുമോളെ വന്നവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ആദിലയും നൂറയും ഉൾപ്പെടെ എന്ത് ചെയ്യണമായിരുന്നു? ഇവർക്ക് സപ്പോർട്ടല്ലേ ചെയ്യേണ്ടത്? പുറത്തുനിന്ന് വന്നവർ അനാവശ്യമായി അവരെ പ്രൊവോക്ക് ചെയ്യരുത് എന്നുള്ളതൊരു നിയമമല്ലേ? ഇനി പ്രൊവോക്കിന്റെ മീൻസ് പഴയ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യരുത് എന്നുള്ളതൊരു നിയമമല്ലേ? ആ നിയമം പാലിക്കപ്പെടാതെ എന്താണ് അവിടെ നടക്കുന്നത്? എന്തുകൊണ്ട് ബിഗ് ബോസ് അതിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ള എൻ്റെ കൗതുകമാണ്. സത്യത്തിൽ ഷാനവാസിനായാലും ആദില നൂറയ്ക്കായാലും കുറച്ചുകൂടെ ഹൈപ്പ് കിട്ടാനും ഒരു പക്ഷേ ആ 5-ലേക്ക് അവർക്ക് ഡയറക്റ്റ് കയറാനുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് ഈ രണ്ട് മൊണ്ണകൾ കളഞ്ഞത്. ശൈത്യ പറയുന്ന സമയത്ത് ക്രൂവലായിട്ട് അനുമോളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആദില അറിയുന്നില്ല ആദിൽ തന്നെയാണ് അതിലെ താഴ്ത്തി കിട്ടുന്നത്. ഈ രണ്ട് പിള്ളേരെ എടുത്ത് ദൂരെ കളയാനുള്ള പരിപാടി അവരാ ചെയ്യുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വാല്യൂ ആണുള്ളത്? ആരെന്ത് പറഞ്ഞാലും ചാടി വീഴുന്ന ആദിലേക്കും നൂറയ്ക്കും ഇവിടെ അണ്ണാക്കി പിരിവെട്ടിയോ? ശൈത്യം നീ പുറത്തുനിന്ന് വന്നതല്ല, നീ മിണ്ടാതിരിക്കുക, അവർ പ്ലേ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ സംസാരിക്കുക എന്നൊരു വാക്ക് പറഞ്ഞാൽ അതിലെവിടെയോ എത്തുമായിരുന്നു. പക്ഷെ സൗഹൃദത്തിൽ കട്ടപ്പകളായി തരുന്ന നല്ല പന്ന കട്ടപ്പകളായി നിൽക്കുന്നത് ശൈത്യയും അതേപോലെ തന്നെയാണ് ഈ ആദിലും ഒരു മാറ്റവും ഇല്ലാതെ നിൽപ്പുണ്ട് കേട്ടാ. ഇവർ കൂടെ പോയിട്ട് സംസാരിക്കുന്നു, ഇവർ കൂടെ കൂടുതൽ ഇത് കാണിക്കുന്നു. അങ്ങനെയൊന്നും അനുമോൾ ഒറ്റപ്പെടത്തില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ശാരികയും ബാക്കിയുള്ളവരൊക്കെ ഒരു നിഷ്പക്ഷമായി നിൽക്കുന്ന കുറച്ച് പേര് അതിനകത്തുള്ളത് കൊണ്ട് ഓക്കെ, ഇനി വരുന്നവരും അവളോട് നല്ലപോലെ സഹകരിക്കാനാണ് ചാൻസ് എന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ആ പോയവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ അത് മതി. അതിനും അപ്പുറം അവർ ഇതിനകത്ത് കയറി സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പഴയ കണ്ടസ്റ്റൻസ് സാധിച്ചിരുന്നുവെങ്കിൽ അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നേനെ. അതിൽ അക്ബർ ആർക്ക് വേണ്ടിയിട്ടൊന്നും പറയത്തില്ല. അക്ബർ ബീം ബാഗിൽ മലന്ന് കിടക്കുക എന്നതിനപ്പുറം അക്ബറിന് വേറൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് സംസാരിക്കാമല്ലോ. ഷാനവാസ് അനീഷ് മിണ്ടാവക്കത്തില്ല. അനീഷ് അനുമോൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു. ഞാൻ അവിടെ അതിനായിരിക്കും യുദ്ധം പുറപ്പെടുവിക്കുക. അതുകൊണ്ട് അനീഷ് മിണ്ടായിരിക്കുന്നതന്നെ നല്ലത്. ഷാനവാസിന് പറയാമല്ലോ. എന്തുകൊണ്ട് ഷാനവാസ് പറയുന്നില്ല? ഷാനവാസ് പക്ഷേ എഴുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഷാനൂക്ക എന്ന് പറഞ്ഞ് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഇതിടുന്നവരെടുത്ത് നിങ്ങൾക്ക് അയാളെ ഇഷ്ടമായിരിക്കാം, എനിക്ക് അയാളോട് വെറുപ്പൊന്നുമില്ല. പക്ഷെ ചിലരുടെ ആറ്റിറ്റ്യൂഡ്, ചില പ്രവർത്തികൾ നമ്മൾ കാണാതെ പോകരുത്, പറയാതെ പോകരുത്. അയാൾക്ക് കപ്പ് കിട്ടിയേനെ, അയാൾക്ക് അത്രയും യോഗ്യത ഉണ്ടായിരുന്നു. അയാളാണത് നശിപ്പിച്ചത്, നമ്മളാരുമല്ല. അയാൾക്ക് ഇതിലൊക്കെ പ്രതികരിക്കാം. ഈ പുറത്തുനിന്ന് വന്നൊരു കൂടുതൽ കമന്ററി പറയണ്ട. അതും ഇത്രയും വലിയൊരു ഭീകരമായ സംഭവം അവിടെ നടന്നിരിക്കുന്നു. അതിനെതിരെ ശക്തമായി പറയണം. മിണ്ടാതിരേടി എന്ന് പറയണമായിരുന്നു. നീ ആരാ ഇപ്പൊ സംസാരിക്കാൻ? ഒരു പുറത്തിറങ്ങുമ്പോൾ സംസാരിക്കുക എന്ന് ഉറച്ച് പറഞ്ഞിരുന്നെങ്കിൽ അത് എത്ര വാല്യൂ ഉള്ള ഒരു സംഗതിയാകുമായിരുന്നു. ഈ ചൊറിയനെ പിടിച്ച് പുറത്തുള്ള ബിഗ് ബോസ് പ്ലീസ്. ചൊറിയനാണെന്നേ, വെറും ചൊറിയൻ. ഒന്നിനും കൊള്ളാതെ ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്തു പോയ വാഴ കരുക വന്ന് നിന്നുണ്ട്. അത്രയും ദിവസം അവിടെ നിന്ന പിള്ളേരെ ചൊറിയുന്ന കാണുമ്പം നാണക്കേട് തോന്നുന്നില്ലേ ഇവന്? കുറച്ചെങ്കിലും അഭിമാനം ബോധമുണ്ടെങ്കിൽ ഇവന് ഈ വർത്തമാനം ചെയ്യുമോ? എന്തോ ഇനി ഇതിനകത്തേക്ക് അടുത്ത് വരാൻ പോകും നമ്മുടെ കൊത്തലച്ചി പിന്നിയാ മുഞ്ഞാന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ വരും. പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യം പുള്ളിക്കാരത്തിക്ക് മറന്നു. ഏതറിഞ്ഞോ നിങ്ങൾ? പുള്ളിക്കാരത്തിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല, പഴയതൊന്നും ഓർമ്മയില്ല ഗൈസ്. പറയണത് കേൾക്കാം. 16 ലക്ഷമോ? എപ്പാ? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാ പറയണ. കേൾക്കാം. 16 ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ 50,000 രൂപയാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞില്ല. അത് ഞാൻ കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ 16 ലക്ഷമാണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞാൻ അത് സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഞാൻ 16 ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ 50,000 രൂപയാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്റെ പൊന്നു തള്ളേ, അച്ചിമേസ് ഉണ്ടാ? പഴയതൊക്കെ മറന്നുപോയാ? ഇവളെന്തുവാടേ ഈ പറയുന്നേ? ഇവള് തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 16 ലക്ഷം രൂപയുടെ ഇതുണ്ടെന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടെന്ന്. അതവിടെ എപ്പിസോഡിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പിസോഡിലാണ് കിടക്കണേന്നും കൂടെ ഓർത്തോണം.
എന്നിട്ടാണ് ഈ തള്ള പറയുന്നത്, എടി ഇടയ്ക്കിടയ്ക്ക് നീ ബിഗ് ബോസ് ഒന്ന് എടുത്തു വെച്ച് നോക്കെങ്കിലും ചെയ്യും. കുറേ വാഴ ജന്മങ്ങൾ വന്ന് തൊലിഞ്ഞ കാര്യം പറഞ്ഞ് ഈ 3 പിശാചുക്കൾക്ക് നല്ല അസൂയയാണ്. ആ അസൂയയാണ് അവിടെ കാണിച്ചിട്ട് വന്നത്. ഇനി ഇവള് തിരിച്ച് കയറുന്നത് കാണാനിരിക്കുകയാണ് ഞാൻ. പഞ്ഞാണി ഞെറ്റന്നുവേന്നു പറഞ്ഞ ഒന്നും പറയാനില്ല. ഒരു രീതിയിലും യോഗ്യതയില്ലാത്തൊരു സ്ത്രീയാണ് ബിന്നി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ നൂറ എങ്ങനെയോ ആകട്ടെ, അവള് കൊടുത്ത ഇമ്മ്യൂണിറ്റിയിലാണ് ഹസ്ബൻഡിനെ അവിടെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റിയത്. തിരിച്ചിറങ്ങുമ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളതിലുണ്ടായിരുന്നു. അതങ്ങ് നൂറയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള ധാർമ്മികത ഇല്ല. അത് ആർക്കും കൊടുക്കുന്നില്ല. ഞാൻ ഓൺസൈഡഡ് ആണെന്ന് പറയും, അപ്പൊ നൂറ ഓൺസൈഡഡ് ആണെന്ന് പറയത്തില്ലേ? എവിടെയൊക്കെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നവർക്ക് വേണം അടി കൊടുക്കാൻ. ഇതൊക്കെ നല്ലൊരു പഠിത്തമാണ്. ഇവരുടെയൊക്കെ ക്യാരക്ടർ റിവീൽ ചെയ്യപ്പെടുക തന്നെ വേണം. ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് ചെയ്ത് വലിയ നല്ല കാര്യമാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ഇത്തരക്കാരെയൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണം. 16 ഞെറ്റഞ്ഞുവേനോ കൊഞ്ഞ പോത്തലച്ചി ഒന്നും പറയാനില്ല. എനിക്കിതിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഈ ഒരു സ്പീച്ച് അവിടെ വളർത്തിയതേ അവളാണ്. പക്ഷെ അവക്കും ഉണ്ട് PR, അവളും ഉണ്ട് PR, അവളും PR അവിടെ നിൽക്കുന്നത്. എന്നിട്ടും ഇത് തന്നെയാണ്. അയാളെയും കൂടെ നാണം കെടുത്ത് അയാളെയും കൂടെ കൊണ്ടുവന്ന് അതിനകത്തിട്ട് കുറെ ഡ്രാമ കാണിച്ചു എന്നതിനപ്പുറം ഒന്നുമില്ല. ഒരു ക്യാരക്ടർ ഇല്ലാത്ത കുറേ എണ്ണം, അതിനപ്പുറം ഒന്നുമില്ല. ഇന്നലെ ശൈത്യ അനുമോളെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഒലിവ് ക്രിയേഷൻസിൽ പറയുന്നത് കേട്ടു. ശരിയാണ്. എന്താ നീ ആരെ ഊമ്പിച്ചു എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പെണ്ണുങ്ങൾ കാരണം അനുമോള് എവിടെയോ എത്തി നിൽക്കുകയാണ്. എത്രയോ ഗ്രേറ്റ് പൊസിഷനിലേക്ക് അനുമോള് കയറി നിൽക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. എന്തൊരു വൃത്തികെട്ട ചിന്താധാരണ ഊമ്പിച്ചെന്ന്. അനീഷിനെ ഊമ്പിക്കാൻ എന്തെന്നിരിക്കുന്നതിനകത്ത്? അനീഷുമായിട്ട് സഹകരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഒറ്റപ്പെട്ടു പോയപ്പോൾ അനീഷ് അങ്ങോട്ട് പോയതല്ല, അനീഷ് പോയിരുന്നാ പോരെ? അനീഷ് എന്തിനാ പോയത്? അത് മാത്രമല്ല, അതിനകത്തുള്ള ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്, അനീഷിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അനീഷ് നല്ലൊരു മനുഷ്യനായി മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് പറയുന്നു? അനീഷ് അങ്ങനെ മാറുന്നു. പ്രണയം ഒരു മനുഷ്യനെ മാറ്റും എന്നുള്ളൊരു തെളിവാണ്. അയാൾക്ക് തലകി പിടിച്ച് പ്രണയം. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മോഡലല്ല അനുമോള്. അനീഷ് എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടാനും മാത്രമുള്ളൊരു ക്വാളിറ്റിയെ ഞാൻ കാണുന്നില്ല കേട്ടോ. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു ക്വാളിറ്റിയും അനീഷിനില്ല. കുറച്ച് നേരത്തെ കെയറിങ് ആണോ? അത് 3 മാസം, അതിനപ്പുറം ആ കെയറിങ് ഉണ്ടാവത്തില്ല. അയാളുടെ ഒരു ഇഷ്ടമാണ്. അയാൾക്ക് മുമ്പും ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇഷ്ടങ്ങൾ പിന്നെ അയാളുടെ ഭാര്യയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടില്ലേ? സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്കുന്നത്. സൗന്ദര്യമൊക്കെ നൈമിഷികമാണ്. അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ തന്നെ എല്ലാം കൂടെ തെറിച്ചു പോകും. പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും റീക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ സൗന്ദര്യത്തിനെ ഓർത്തൊന്നും ആരും അഹങ്കരിക്കേണ്ട ഒരു കാര്യവുമില്ല. സോ എനിക്കിത് അങ്ങനെയാണ് മനസ്സിലായത്. ഇത് എന്തൊക്കെയാണ് ഈ നടക്കണമെന്നൊന്നും അറിയത്തില്ല. സോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. ലൈവ് സെക്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. നന്ദി. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണണേ, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.